ഒരക്ഷരം മിണ്ടുന്നില്ല. പൂജ, നിനക്ക് ഞങ്ങളോട് ഇവിടെ നിൽക്കാൻ പറയാനൊന്നും ആഗ്രഹമില്ലേ? ഈ അങ്ങനെയൊന്നുമല്ല അമ്മ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ നിന്നില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്ത. അവർ നിന്നില്ലെങ്കിലും പറയണ്ട, നമ്മുടെ കടമയല്ലേ. നീ പറ പൂജ. അതെ അമ്മ, നിങ്ങളിന്ന് പോണ്ട, ഇവിടെ തന്നെ നിൽക്ക്, നാളെ പോവാം. ഏതായാലും രാത്രിയായില്ലേ, ഇനിയിപ്പോ ഇവിടെ തന്നെ നിക്കാം. ചിന്നു, എന്താ ചേച്ചി, ഇന്നിവിടെ നിൽക്കല്ലേ, നമുക്ക് ഒരുമിച്ച് കിടക്കാം. അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. എന്നാ പിന്നെ എന്തിനാ എല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ചെന്നിടുന്ന് ഉറങ്ങു പിള്ളേരെ. ഞാൻ ചെന്ന് ഉറങ്ങാൻ പോ, യാത്ര ചെയ്ത് ടയർഡായിപ്പോയി. അതെ പൂജ, എല്ലാവർക്കും അവർ റൂം കാണിച്ചു കൊടുത്തിട്ട് വേഗം വാ, നമുക്ക് നമ്മുടെ റൂമിൽ പോകണ്ടേ. ഞാനിന്ന് ചിന്നുൻ്റെ കൂടെ കിടക്കാൻ പോകുന്ന, നീ ഒറ്റയ്ക്ക് കിടന്നോ? ഞാനും ചിന്നു ഒരുമിച്ച് കിടക്കാൻ പോകുന്ന അല്ലേ? അതെ, ഞങ്ങൾ കുറേ ദിവസമായാലേ ഒരുമിച്ച് കിടന്നിട്ട്. ഓഹോ, അപ്പം അതിനാണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞതല്ലേ. രണ്ടുപേരും അവരവരുടെ ഭർത്താക്കന്മാരോട് കിടന്നാൽ മതി. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം പോലും ആയില്ല, അപ്പോഴേക്കും മാറി കിടക്കാൻ നിൽക്കുക. ചെന്ന് അവരവരുടെ ഭർത്താക്കന്മാരോട് കിടന്ന് ചെല്ല്. അതല്ല ആൻറ്റി, ചിന്നുവിന് ഒത്തിരി ദിവസം കഴിഞ്ഞിട്ട് ഞാനിന്ന് കാണുന്നത്. പിന്നെ പ്രേമിൻ്റോടെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇരിക്കാലോ ആൻറ്റി, അവൻ എൻ്റെ കൂടെ ഇല്ലേ? അല്ലേ പ്രേം? അതൊക്കെ എനിക്ക് മനസ്സിലാവും പൂജ, പക്ഷെ നിനക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ചിന്നുവും ചേട്ടനും ഒരുമിച്ചല്ലേ കിടക്കേണ്ട, അതിൻ്റെ ഇടയിൽ നീ കട്ടുറുമ്പാവണോ? ഇവനെ ഞാൻ... അഞ്ചു പറഞ്ഞതാ ശരി. കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസമൊന്നും ആയില്ലല്ലോ. അവരവരുടെ ഭർത്താക്കന്മാരോട് കിടന്നാൽ മതി, ചെല്. പിന്നെ ചിന്നുവിന് അത്രയ്ക്ക് മിസ് ചെയ്യുകയാണെങ്കിൽ 2 ദിവസം ചിന്നു ഇവിടെ നിന്നോട്ടെ. അതെ, ചെന്നിടന്ന് ഉറങ്ങു പിള്ളേരെ, സമയം ഒരുപാടായി. വെറുതെ കളിച്ചുകൊണ്ട് നിൽക്കുക, ചെല്ല്. അതെ, വാ മനുഷ്യ, ഈ ലഗേജൊക്കെ ഒന്ന് എടുത്ത് എൻ്റെ റൂമിലൊന്ന് വെച്ചതാ. ഇതാ വരുന്നു. പൊട്ട, ആരടാ കട്ടറുമ്പോ നിന്റെ? ഈശ്വര, അമ്മ വിളിച്ചപ്പോൾ തന്നെ അച്ഛൻ ഇറങ്ങി പോയോ? എല്ലാവരും പോയി, ഇവിടെ നിന്ന് ഉറപ്പായിട്ടും പഞ്ഞിക്കിടും. കണ്ണടച്ച് നോക്കാത്ത കണ്ണുറക്കടാ, ആരാടാ നിന്റെ കട്ടറുമ്പ്? അല്ല, നിനക്ക് ആരോടെ കിടക്കേണ്ടേ? എൻ്റെ പൊന്നേച്ചി, പതുക്കെ 5 മിനിറ്റ് ഇപ്പം സൗണ്ട് ഇട്ട് തിരിച്ചു വരും. പൂജ, നീയും ചിന്നും ചെല്ല്, ഒരു റൂമിൽ ചെന്ന് കിടക്ക്. എൻ്റെ പൊന്നേട്ടാ, അതെങ്ങനെ ശരിയാവും? ചിന്നു ചേട്ടൻ്റെ കൂടെ അല്ലേ കിടക്കേണ്ട, പിന്നെ എങ്ങനെ അവളുടെ കൂടെ? ഞാൻ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ സംസാരിച്ചത് വേറൊന്നും കൊണ്ടല്ല. അച്ഛന് നമ്മളെ നല്ല ഡൗട്ടുണ്ട്. അച്ഛന് നമ്മൾ ഡൗട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ. അച്ഛന് നമ്മൾ ഡൗട്ടുണ്ടെങ്കിൽ ആ ഡൗട്ട് ഉടൻ തന്നെ അമ്മയിലേക്ക് എത്തും. അതിന് അധിക താമസമൊന്നും വേണം. അച്ഛൻ്റെ ഡൗട്ട് അമ്മയിലേക്ക് എത്തിയ പിന്നെ ഞാൻ പറയണ്ടല്ലോ, നിൻ്റെ അമ്മ പെട്ടെന്നറിയും. ഇവൻ പറയുന്നതൊക്കെ ശരി, പക്ഷേ ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അല്ല, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്നാലും നിന്റെ കൂടെ ഒരു റൂമിൽ... നിനക്ക് ബോധമില്ലാതെ ഒരു രാത്രി മുഴുവൻ നിൻ്റെ വീട്ടിൽ നിൻ്റെ റൂമിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നിന്നെ വല്ലതും ചെയ്തോന്ന്? അതിപ്പോ ഞങ്ങളുടെ വീട്ടില്... ചിന്നു, നിനക്ക് ഉറങ്ങണ്ടേ? സമയം എത്രയായി? വാ, ഞാൻ റൂം കാണിച്ചു തരാം, വാ. അല്ല പിന്നെ എൻ്റെ അടുത്ത അവളുടെ കോപ്പിലെ കളി. പ്രവീൺ സാർ, ചിന്നു, ഈ റൂം പോരെ? ഇതാ കബോർഡിൽ ബ്ലാങ്കറ്റും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ എടുത്തോ. എന്നാൽ ഞാൻ പോട്ടെ, ഗുഡ് നൈറ്റ്. ആ ചേച്ചി, ഗുഡ് നൈറ്റ്. ഹലോ, ചേച്ചിക്ക് സുഖമാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങുമെന്ന് പറഞ്ഞ് മുതല, എന്നിട്ട് ഇവിടെ ഗുഡ് നൈറ്റ് വരെ എത്തി. നീ ആൾ കൊള്ളലടി കാന്താരി. ഞാൻ വാശി പിടിച്ച് രാവിലെ ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലേ സത്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത്. എന്നിട്ട് ഏട്ടനും അനിയനുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ ഇപ്പോൾ? എന്നോടതിന് നന്ദി പറയണം, മനസ്സിലായോ? അവരൊറ്റ കാരണം കൊണ്ടാ നീ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും പറയാത്ത. അവരെ ഭാഗത്ത് തെറ്റില്ലെന്നറിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. അവൻ എന്നെ ചതിച്ചില്ലല്ലോ. ആ, ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ചേച്ചി അങ്ങനെ അല്ല എന്ന്. ആ ശരി ശരി, സമയം ഒരുപാടായി. ഗുഡ് നൈറ്റ്. ആ ചേട്ടാ, ഗുഡ് നൈറ്റ്. ആ സഞ്ജു, അപ്പോൾ നീയാണല്ലേ ചേട്ടന് ഫ്ലാറ്റ് നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തേ? ആ, ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീർന്നു. ഇപ്പം അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ ഉണ്ട്. നാളെ അവർ രാവിലെ തന്നെ പറഞ്ഞു വിടണം. ഇവൻ്റെ കൂടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ, പക്ഷേ നമ്മൾ തമ്മിലുള്ള പ്ലാനിങ് ഒക്കെ കുളമായിപ്പോയി. സാരമില്ല, നമുക്ക് വേറൊരു ദിവസം അറേഞ്ച് ചെയ്യാം. ഫ്രീ ആകുമ്പോൾ ഞാൻ നിനക്ക് മെസ്സേജ് ഇടാം. നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം, എങ്ങനെ വേണം, എവിടെ പോകാമെന്ന്. അതല്ലേ നല്ലത്? ഇവൻ ആരോടാ? സഞ്ജുവിനോടാണോ സംസാരിക്കുന്നത്? എന്തായിരിക്കും ഇവരുടെ പ്ലാനിങ്? ആ, ഞങ്ങൾ ഫുഡ് കഴിച്ചു. നീ ഫുഡ് കഴിച്ചോടാ? ഓഹോ, ഇവിടെ വന്ന് ഒളിഞ്ഞു നോക്കുവാണല്ലേ. ഇപ്പം ശരിയാക്കി തരാം. ആ സഞ്ജു, ഞാനിന്ന് നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഈവനിങ് നമ്മുടെ പ്ലാനിങ് ഒക്കെ കുളമായില്ലേ. സാരമില്ല,
നിനക്ക് ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മിസ് ചെയ്തെന്നോ? അയ്യേ. എൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് വായിച്ചിട്ട് നീ ഇന്ന് രാത്രി തന്നെ എനിക്ക് റിപ്ലൈ തരണം, കേട്ടല്ലോ? എന്തായിരിക്കും ആ ടെക്സ്റ്റ് മെസ്സേജ്? എങ്ങനെ നോക്കുക? ഇനി ഇവിടെ നിന്ന് ചിലപ്പോൾ അവൻ കൈയോടെ പൊക്കും. അതിനേക്കാൾ നല്ലത് ഒന്നും അറിയാത്ത പോലെ പോയി കിടക്കാം. അതാ നല്ലത്. അയ്യോടാ, ഒന്നും അറിയാത്ത പാവം വരുന്ന കണ്ടില്ലേ? പറയും, ടൈം ഒരുപാടായി, കിടക്കണ്ടേ? എവിടെയാണ് കിടക്കുന്നത്? കിടക്കണ്ടേന്നൊക്കെ ചോദിച്ചാൽ കിടക്കണം. നിനക്ക് എവിടെയാണ് ഇഷ്ടം കിടക്കാൻ? അയ്യടാ, എന്തോ ഒരു കുണുക്കം. ഞാൻ ഉദ്ദേശിച്ചത് നീ സോഫയിലാണോ ബെഡിലാണോ കിടക്കുന്നതെന്നാണ് ചോദിച്ചത്. സോഫയിലാണെങ്കിൽ ചെന്ന് സോഫയിൽ കിടക്ക്, എനിക്ക് ഉറങ്ങണം, ടൈം ഒരുപാടായി. ഓ അങ്ങനെ, വെറുതെ തെറ്റിദ്ധരിച്ചു. അല്ല സോഫയിലോ? ഞാനൊന്നും സോഫയിൽ കിടക്കില്ല, ഞാൻ ബെഡിലേ കിടക്കൂ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഇന്നൊരു ദിവസത്തേക്കല്ലേ, ഞാൻ സോഫയിൽ കിടന്നോളാം. അല്ല, നിനക്ക് സോഫയിൽ കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വന്ന് ബെഡിൽ കിടന്നോ. ഇത്രയും വലിയ ബെഡൊന്നും എനിക്ക് ആവശ്യമില്ല. അയ്യോ, നിങ്ങളുടെ ആ വലിയ മനസ്സിന് നന്ദി. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സോഫയിൽ കിടന്നോളാം. ഗുഡ് നൈറ്റ്. പൂജ, ഒരു മിനിറ്റ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇന്ന് നൈറ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ഞാനും ചേട്ടനും അച്ഛനും ഒരുപാട് സംസാരിച്ചു. അതിനിടയിൽ നമ്മുടെ ടോപ്പിക്ക് വന്നു. നമ്മുടെ ടോപ്പിക്ക് എന്ത്? അതായത് ചേട്ടനെ ഞാനും കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ അച്ഛന് ഞങ്ങൾക്കുള്ള ഷെയർ തരാൻ ആഗ്രഹമുണ്ട്. ദാറ്റ് മീൻസ് ഓഫീസിൽ എനിക്ക് ഹയർ പൊസിഷൻ തരാൻ. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ട്. നമ്മുടെ റിലേഷൻ സ്ട്രോങ് അല്ലെന്ന് അച്ഛൻ പറയുന്ന. സ്ട്രോങ് അല്ലെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. അച്ഛന് നമ്മുടെ റിലേഷനിൽ വലിയ ഉറപ്പില്ലാന്ന്. നമ്മൾ രണ്ടാളും എടുത്തു ചാടി കല്യാണം കഴിച്ചെന്ന അച്ഛൻ പറയുന്ന. എനിക്ക് വേണ്ടത് ആ CEO പോസ്റ്റ്. അത് കിട്ടിയ എൻ്റെ എല്ലാ പ്രശ്നവും മാറും. അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ എന്താ? എനിക്ക് മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛൻ്റെ മുന്നിൽ നമ്മുടെ റിലേഷൻ വീക്കാണ്. സോ അതൊന്ന് സ്ട്രോങ് ആക്കണം. അതിന് നീ എൻ്റെ കൂടെ നിൽക്കണം. നിൻ്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ഞാൻ നിൻ്റെ കൂടെ അഭിനയിക്കുന്നില്ലേ, അതുപോലെ. സോ ഇതിന് നിനക്കും ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം നിനക്ക് തന്നെ അറിയാം, അടുത്ത മാസം ഓപ്പറേഷനുള്ള തുക നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. സോ ഞാൻ CEO പോസ്റ്റിൽ കയറിയ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഏതായാലും ഞാൻ നീ ഈ കുഴിപ്പെട്ടു. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പൊങ്ങുമ്പോൾ രണ്ടുപേർക്കും എന്തെങ്കിലും ബെനിഫിറ്റ്സ് വേണ്ടേ? നീ ആലോചിച്ചിട്ട് നല്ലൊരു മറുപടി തിരിച്ചു പറ. നീ പറഞ്ഞ ശരിയാ. എന്നെക്കൊണ്ട് അത്രയും വലിയ തുക അടുത്ത മാസം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അങ്കിളിനെ ചതിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, നീ നന്നായിട്ട് ആലോചിക്കുക. ആലോചിച്ചിട്ട് ഒരു ആൻസർ എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. ദുഷ്ടൻ എൻ്റെ ബെഡിൽ ചാടിക്കയറി കിടക്കുന്നുണ്ടില്ലേ, ദ്രോഹി, പന്നി. എന്നാലും എന്ത് മെസ്സേജ് ആയിരിക്കും ഇവൻ സഞ്ജുവിന് അയച്ചു കൊടുത്തത്? ഇവൻ ഇറങ്ങിയിട്ടുണ്ടാവോ? ഇവൻ്റെ ഫോണൊന്ന് ചെക്ക് ചെയ്താലോ? എനിക്കറിയാം പൊന്നു മോളെ, നിനക്ക് മെസ്സേജ് എന്താണെന്ന് അറിയാതെ ഉറക്കം വരില്ല എന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കുറേ നേരമായല്ലോ നീ കിടക്കുന്നു. ഏതായാലും ആ ഫോണൊന്നെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഉറങ്ങുമ്പോഴും ഫോൺ ഉള്ളം കയ്യിൽ ഇരിക്കുള്ള താഴെ വെച്ചിട്ട് നിനക്ക് പതുക്കെ എടുക്കാം. ഇതെങ്ങനെ ഓപ്പൺ? എൻ്റെ ദൈവമേ, പെട്ടോ. പതുക്കെ പോവാം. പാവം. മര്യാദയ്ക്ക് കിടന്നുറങ്ങാം, അതാ നല്ലത്. ഇപ്പോൾ നിനക്ക് നെഞ്ചുവേനയൊന്നും ഇല്ലല്ലോ? ആണെങ്കിൽ പറ, നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇല്ല, ആ ടൈമിൽ ചെറിയൊരു വേദന. ഇപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, പോയി. എൻ്റെ പൊന്നമ്മ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അല്ല, നിങ്ങളൊക്കെ എന്താ ഈ റൂമിൽ ചെയ്യുന്ന? ആരെയും ഹാളിൽ കാണാനില്ല. അല്ല, എന്ത് പറ്റി ചെന്നു? മുഖത്താകെ ടെൻഷൻ. അത് ചേച്ചി, അമ്മയ്ക്ക് രാവിലെ പെട്ടെന്ന് നെഞ്ചുവേന. അഞ്ചു വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന് കണ്ടത്. നോക്കിയപ്പോൾ അമ്മ. നെഞ്ചുവേനയോ? എന്തു പറ്റി? എന്നിട്ട് എൻ്റെ അടുത്ത് ആരും എന്താ പറയാത്ത? അമ്മ, ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, എണീക്ക്. എൻ്റെ പൊന്നു പൂജ, നീ ഒന്ന് സമാധാനപ്പെട്. അതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. രാവിലെ എണീറ്റപ്പോൾ ഒരു ചെറിയൊരു നെഞ്ചുവേദന. അത് ഈ യാത്രയുടെ ഒക്കെ ആയിരിക്കും, അല്ലാണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലടി. ചേച്ചി, ഞാൻ വന്നപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് മാറിയെന്ന് പറയുന്നത്. പക്ഷേ എനിക്കെന്തോ അമ്മയെ കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത് നല്ലതെന്ന് തോന്നുന്നു. ആ അമ്മ, അതാ നല്ലത്. ചെന്ന് റെഡിയാവ്, ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എൻ്റെ പൊന്നു മോളെ, അതിന് മാത്രം എനിക്കൊന്നുമില്ല. എൻ്റെ വേദനയൊക്കെ പോയി.
അങ്ങനെയൊന്നും പറഞ്ഞാൽ നിന്റെ അമ്മ കേൾക്കില്ല. ഒരു കാര്യം ചെയ്യും, എല്ലാവർക്കും അമ്പലത്തിൽ തൊഴാൻ പോവാം. എന്നിട്ട് അവിടെ നേരെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മ റെഡിയാവും. അമ്പലത്തിലേക്കാണെങ്കിൽ ഞാൻ വരാം. എല്ലാവരുമായിട്ട് ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ട് ഒരുപാടായി. ഇപ്പം എങ്ങനെ ഇരിക്കണേ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ റെഡി ആവുമെന്ന്. ഒരു കാര്യം ചെയ്യും, എല്ലാവരും പോയി റെഡി ആയിട്ട് വാ, നമുക്ക് അമ്പലത്തിലും പോവാം. ശരി, ഞാനിപ്പോൾ കുളിച്ചിട്ട് വരാം. എന്നാലും അമ്മയ്ക്ക് നെഞ്ചുവേന പെട്ടെന്ന് ഇതിനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട. എത്രയും പെട്ടെന്ന് അടുത്ത മാസം തന്നെ ഓപ്പറേഷൻ ചെയ്യാം. പക്ഷേ അതിനുള്ള ക്യാഷ് പ്രേം പറഞ്ഞതുപോലെ അവനെ സപ്പോർട്ട് ചെയ്താൽ ഒരു പക്ഷേ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? ഇവൻ എപ്പോഴും ഈ ബാത്റൂമിൽ കയറിയതാ, കുളിക്കുവാണോ? ഇനിയിപ്പോൾ ഇവൻ വന്ന് ഞാനിപ്പോൾ കുളിച്ച് പോവാനാ. ഒരു കാര്യം ചെയ്യാം, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോ, എന്നിട്ട് അമ്പലത്തിനുള്ളിൽ കയറാതിരുന്നാൽ പോരെ? അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ മാത്രം കയറാം, അത് ഇനി നടക്കൂ. ടീച്ചർ വാതിലടയ്ക്കടാ. എന്താ? നിന്നോടാരം പറയാതെ കയറി വരാൻ പറഞ്ഞ? നീ ബാത്റൂമിലായിരുന്നില്ലേ, ഇപ്പം എന്തിനാ പുറത്തിറങ്ങിയ? നീ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറുവാണെന്ന് ഞാൻ അറിഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഇവിടെ നിനക്ക് കിട്ടിയുള്ളൂ. പൂജ മോളെ ഇങ്ങോട്ട് താടി. അല്ല, നിങ്ങൾ രണ്ടാളും ഡ്രസ്സൊക്കെ അവിടെ, ഇതെന്താ രാവിലെ? അങ്ങനെയൊന്നുമല്ല ആൻറ്റി, എങ്ങനെയൊന്നും അല്ല ആൻറ്റി. ഇത് എങ്ങനെയൊക്കെ ആണെങ്കിലും ഇനിയിപ്പോൾ ഒന്നും വേണ്ട. ചെന്ന് കുളിച്ചിട്ട് വേഗം വരുമ്പോഴേ സാരിയോട് കൊടുത്തോ, അത് പറയാനാ ഞാനിപ്പോൾ വന്നത്. ശേ, ആരുടെ മുന്നിൽ നാണം കിട്ടു. ചേ, ആൻറ്റിയുടെ മുന്നിൽ നാണം കിട്ടുന്നതൊക്കെ ആലോചിക്കുന്ന പിന്നെ വല്ലതൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇതിനുള്ള മറുപടി ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് പറയാടെ തെണ്ടി, നാണല്ലാത്ത പട്ടി, പോടാ. ആഹാ, ഇപ്പോൾ എൻ്റെ പേരിലായോ കുറ്റം? ആ, ഏതായാലും നിങ്ങളൊക്കെ വീണ്ടും ഒന്നു ചേർന്നില്ലേ, അത് തന്നെ വലിയ കാര്യം. പിള്ളേർക്ക് ഒരുപാട് സന്തോഷമായി കാണും അല്ലേ? അതെ, മോളുടെ മുഖത്ത് എപ്പോഴും വിഷമമായിരുന്നു. ഇപ്പോൾ അവൾക്ക് സന്തോഷമായി കാണും. അല്ല, പിള്ളേരെ അവിടെ ഞാൻ മോൾക്ക് കുറവുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ആ, പിള്ളേര് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുക, ഇപ്പൊ എത്തും. അല്ല, നിങ്ങൾ എന്തിനാ നിൽക്കുന്ന? ഇരിക്കേ, ചായ എടുക്കാം. വേണ്ട, ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഈ ബിപിയും പ്രഷറൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനു മുന്നേ ഇവിടെ വന്ന് മോക്ക് കുറവുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്ന. പിന്നെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, ഇപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ട് ആഹാരം ഉണ്ടാക്കി. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കൊണ്ടുവന്നല്ലേ, ഇനി തന്നേക്ക്. ചിന്നു ചേച്ചി ഇതുവരെ റെഡി ആയില്ലേ? അവളോട് പറഞ്ഞ് ഇവർ വന്നിരിക്കുന്നു എന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ആമാ, ഞാനിപ്പോൾ ചെന്ന് ചേച്ചിയോട് പറയാം. ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുള്ള സാരി ഉടുക്കുവാണല്ലോ. ഇവനെന്തിനാ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന? ഇവൻ റെഡിയാക്കി ഇവന് പൊക്കൂടെ? ആഹാ, ഇതുവരെ സാരി എടുത്ത് കഴിഞ്ഞില്ലേ ചേച്ചി? കഴിഞ്ഞു മോളെ, കുറച്ച് ദിവസമായാലും എടുത്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല, അതാ ഞാൻ. എൻ്റെ പൊന്നു ചിന്നു, ഒരു 150 തവണ ഇത് ഒടുക്കും ഊരും. ഇവളെന്താ കല്യാണത്തിന് ഒരുങ്ങുവാണോ? സാരിയൊക്കെ അങ്ങനെയായിട്ടാ ഉടുക്കാൻ കുറച്ച് പാടാ. ആ ചേച്ചി, നിങ്ങളുടെ ഓണർ വന്നിട്ടുണ്ട്. ആണോ ചിന്നു? ഇരിക്കാൻ പറ, ഞാനിപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട് വരാം. ശരി ചേച്ചി, ഞാൻ പറയാം. ആ, ശരിയാണ്. നിനക്കിനി ഒരു 150 പ്രാവശ്യം കൂടെ ഊരി ഉടുക്കുകയും വേണമല്ലോ. ഏതായാലും ഞാൻ പോവാ. പ്രേം, ഒരു മിനിറ്റ്, എനിക്കൊന്ന് സംസാരിക്കണം. സംസാരിക്കാനോ? എന്താ? അത് നീ ഇന്നലെ നൈറ്റ് എന്നോട് സൂചിപ്പിച്ചില്ലേ, അത് ഞാൻ ആലോചിച്ചു. എനിക്കതിന് സമ്മതം. ഗുഡ് ഗേൾ. എനിക്കറിയാം നീ സമ്മതിക്കുമെന്ന്. നിൻ്റെ സിറ്റുവേഷനും അങ്ങനെയാണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. അമ്മയുടെ ഓപ്പറേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഞാനതിന് സമ്മതിച്ച, അല്ലാണ്ട് അങ്കിളിനെ പറ്റിക്കാൻ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ അതൊന്നും ആലോചിക്കണ്ട. റെഡിയായി വേഗം താഴത്തേക്ക് വാ, അമ്പലത്തിൽ പോകണ്ടേ. പിള്ളേരെ മുന്നിൽ നിന്ന് പോയും തോന്നുന്നു അല്ലേ? ആ, അവര് പോയി. ചിന്നു, പ്രേമിൻ്റെ വണ്ടി ബാക്കിൽ നിന്ന് വരുന്നുണ്ടോ? നോക്കട്ടെ. ആ, പ്രേമേട്ടൻ്റെ വണ്ടി വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നേ? ആ അച്ഛാ, അമ്പലത്തിലേക്കെന്നാ അമ്മ പറഞ്ഞത്. മഹാദേവ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നല്ലത് മാത്രം ഉണ്ടാക്കണേ, ആരും വിഷമിക്കരുതേ. ആഹാ, നീ അമ്പലത്തിന് വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ? എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന? ബാ. അതെ അതെ, ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ബാക്കി വെക്കണം. ബാ. ഞാൻ പ്രാർത്ഥിച്ചൊന്നുമല്ല, കുറച്ച് നാളായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട്, അതാ.
ആ ചിന്നു, നിങ്ങൾ നേരത്തെ എത്തിയല്ലേ? അല്ല, തൊഴുതോ? ഇല്ല ആൻറ്റി, ഞങ്ങൾ തൊഴാൻ വേണ്ടി അകത്ത് കയറിയതേ ഉള്ളൂ. ചേച്ചി ബാ, നമുക്ക് ഒരുമിച്ച് തൊഴാം. ആ ചിന്നു, ഞാൻ എന്താ വരുന്നു. മോളെ പൂജ, ഒരു മിനിറ്റ്, ഒരുമിച്ച് തൊഴാം. അതിന് മുന്നേ നീ പ്രേമിൻ്റെ അടുത്ത് നിന്നേ. എൻ്റെ അടുത്തോ? അതെന്തിനാ? അതൊക്കെ പറയാം. നീ ആദ്യം മോളുടെ അടുത്ത് കയറി നിൽക്ക്. അന്ന് ഞങ്ങൾ അറിയാതെ ഓടിയപ്പോൾ ഇവൻ വെറും സിന്ദൂരം മാത്രമല്ലേ ചാർത്തി തന്നുള്ളൂ. ഇന്ന് ഞങ്ങളൊക്കെ കൂടി തീരുമാനിച്ചു ഇവനെ കൊണ്ട് താലി കെട്ടിപ്പിക്കാന്ന്. അതിനാ. താലി കെട്ടാനോ? താലി കെട്ടാനാണോ നമ്മൾ അമ്പലത്തിലേക്ക് വന്നത്? അതിനു വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്ന് കൂട്ടിക്കോ. നിങ്ങൾക്കിടയിൽ ഒരു താലിയുടെ കുറവുണ്ട്. 5 പറഞ്ഞ കറക്റ്റ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരുറപ്പ് വേണം. അതിന് പ്രേം കെട്ടിയ താലി പൂജയുടെ കഴുത്തിലുണ്ടാവണം. അതെ, ഞങ്ങൾക്ക് ഒരു ഉറപ്പ് വേണ്ടേ ഞങ്ങൾ രണ്ടാളും ഈ ബന്ധത്തിൽ എന്നും ഉറച്ചു നിൽക്കൂന്ന്. ഓ, അച്ഛൻ ഉറപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ താലി കെട്ടാം. അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ കെട്ടിക്കോളാം. നീ എന്തൊക്കെയാ പറയുന്ന? ഹേയ്, ഇറ്റ്സ് ജസ്റ്റ് ഒരു താലി കെട്ട്. അതിനിപ്പോൾ എന്താ, നമ്മളത് കാര്യമാക്കി എടുക്കാതിരുന്നാൽ പോരെ? പ്രേം, നിനക്കെല്ലാം ഒരു തമാശ. ഇത് ശരിയല്ല. അവരെന്തെങ്കിലും പറഞ്ഞ് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും പ്ലീസ്. ഞാനിപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞാൽ അച്ഛന് സംശയം തോന്നും. അതുകൊണ്ടാണ്. ഒരു താലിയിലൊക്കെ എന്തിരിക്കുന്നു? എന്നാ പിന്നെ താമസിക്കാതെ നമുക്ക് ആ ചടങ്ങിലോട്ട് പോയാലോ? അതെ, മുഹൂർത്തം അടുക്കാറായി. അഞ്ജു, നീ ഈ താലി എടുത്ത് മോൻ്റെ കയ്യിൽ കൊടുക്ക്, അവൻ ചാർത്തട്ടെ. പ്രേം, ആ പൂജാത്തട്ടിൽ താലി ഇരിപ്പുണ്ട്, എടുത്ത് മോളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക്. പൂജ മോളെ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ആ അമ്മ, ഞാൻ കെട്ടാം. പ്രേം, പ്രേം, ആ സിന്ദൂരം കൂടെ അവളുടെ നെറ്റിയിലിട്ട് കൊടുക്ക്. ഇതാ മോനെ സിന്ദൂരം, എടുത്ത് അവളുടെ നെറ്റിയിലിട്ട് കൊടുത്തു. ഇപ്പോ എല്ലാ അർത്ഥത്തിലും ഇവള് നിന്റെ ഭാര്യ. ഇനി നല്ല രീതിയിൽ നിങ്ങൾ ഈ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും. പരസ്പരം ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ പാടില്ല. മനസ്സുകൊണ്ട് പരസ്പരം അകലാതിരിക്കാനാ ഇപ്പോൾ ഈ താലി കൊണ്ട് കൂട്ടിച്ചേർത്തത്. മനസ്സിലായോ? അല്ല, കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നില്ലേ? സമയം പോയതുപോലെ അറിയുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോകണ്ടേ? പ്രവീണെ, നീ വന്ന വണ്ടിയിലുള്ളവരെയും കയറ്റി വീട്ടിലേക്ക് വിട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ശരി അമ്മ, എന്നാ വന്നവർ കയറിക്കോ. ചേച്ചി, എന്നാ ചേച്ചി അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകുമല്ലേ? ഞാൻ വീട്ടിലോട്ട് പൊക്കോട്ടെ? ആ, നിങ്ങൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്കല്ലേ പോകുന്നത്? ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നോളാം. കേട്ടോ ചിന്നു, നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല നിന്റെ അമ്മയ്ക്ക്. ഡോക്ടറിനെ കണ്ടു, ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. പിന്നെ രാവിലെ നെഞ്ചുവേന വന്നത്, അത് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഡോക്ടറിൻ്റെ അടുത്ത് പോവേണ്ട. അപ്പം നിങ്ങൾക്കൊക്കെ ഡോക്ടറിനെ കണ്ടാലേ സമാധാനം കിട്ടും. അത് പിന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് നെഞ്ചുവേന വന്നപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഇപ്പോൾ സമാധാനമായി. നിങ്ങൾ ഇതുവരെയായിട്ടും കാണാത്തോണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഒന്നും പറയണ്ട, അത് മഴ, അതിൻ്റെ കൂടെ ട്രാഫിക് ജാമും, അതാ ഞങ്ങൾ ഇത്രയും ലേറ്റ് ആയത്. എന്നാ എല്ലാം ഓക്കെ ആയില്ലേ? നമുക്ക് വീട്ടിൽ പോകണ്ടേ? വീട്ടിൽ പോകാനോ? നമുക്ക് ഇന്നുകൂടെ ഇവിടെ സ്റ്റേ ചെയ്താലോ പ്ലീസ്? അതെ, എന്തോന്നാ ഈ മടി കാണിച്ചിരിക്കുന്ന? 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നിന്റെ എക്സാം ഡേറ്റിംഗ് അടുക്കും. വല്ലതും അറിയോ? ചിനു, നിനക്ക് പഠിക്കാനുള്ളതല്ലേ? ഒരു കാര്യം ചെയ്, ഇവിടെ നിൽക്കണമെന്നാണെങ്കിൽ നീ ചെന്ന് നിന്റെ ബുക്കും ടെസ്റ്റൊക്കെ അങ്ങ് എടുത്തിട്ട് വാ. അവള് മാത്രമല്ല, ഞങ്ങളും പോയിട്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരും. കുറച്ചു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനാ ഞങ്ങളും തീരുമാനിച്ചിരിക്കുന്ന. ഞങ്ങൾക്ക് ഒരാഗ്രഹം നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതെ, ഞങ്ങളും കരുതി. എന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിൽക്കാം. ഞങ്ങളിന്ന് പോയി നാളെ തന്നെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും.
എന്തിനാ കുറച്ച് ദിവസം അമ്മയ്ക്ക് ഇഷ്ടമുള്ള ദിവസം അത്രയും ഇവിടെ നിന്നോ. ഞങ്ങൾക്കിവിടെ എന്താ കുഴപ്പം? ഞങ്ങൾക്ക് കൂട്ടിന് ആളെ കിട്ടി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനി നിന്നാൽ ലേറ്റ് ആവും. ഞങ്ങൾ പോയിട്ട് നാളെ വരുമല്ലോ. ആ അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് വാ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, റെസ്റ്റ് വേണം. അമ്മയ്ക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ എടുത്തോണ്ട് വരാം. പിന്നെ എൻ്റെ ബുക്കും എടുത്തിട്ട് വരാം. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമല്ലോ. അതെ, എല്ലാം എടുത്തിട്ട് വാ. പ്രേം, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ഏട്ടാ, ബൈ. ഹോ, ഇന്ന് ഞാൻ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നത്. എല്ലാം ആലോചിക്കുമ്പോൾ തലവേദന എടുക്കുക. ചെന്ന് ഫ്രഷായിട്ട് കിടന്നുറങ്ങാം. ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു ടൈം പോയി. ടി വിയിലാണെങ്കിൽ ഒന്നുമില്ല. സോ ബോറിങ്. അല്ല, ഞാൻ എൻ്റെ ഫോൺ എവിടെയാണ് വെച്ചത്? ഇവളിതുവരെ ഇവളുടെ സാരി മാറ്റിയില്ലേ? മനുഷ്യനെ കൺട്രോൾ കളയാൻ വേണ്ടി അതിന് പറ്റിയൊരു പാട്ടും അവന്മാർ ടി വിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇരുന്ന് ശരിയാവില്ല. ടി വി ഓഫ് ചെയ്ത് മര്യാദയ്ക്ക് ചെന്ന് കിടക്കുന്നതാണ് എനിക്ക് നല്ലത്. കണ്ടതൊന്നും മനസ്സിലാലോചിക്കേണ്ട, വെറുതെ കണ്ണടച്ച് കിടക്കാം. വേഗം ഉറങ്ങിക്കോ, അതാ നല്ലത്. അല്ല, നീ എന്താ ഈ റൂമിൽ? അവരൊക്കെ പോയില്ലേ? ഇനി നിനക്ക് നിന്റെ റൂമിൽ പൊക്കൂടെ? വേഗം ചെല്ല്, എനിക്ക് ഫ്രഷ് ആവണം. നിന്നോടാ ഞാൻ ഈ പറയുന്നത്. ഇന്നലെ ഇവിടെ കിടന്നപ്പോൾ എനിക്ക് ഈ റൂം വല്ലാണ്ടങ്ങ് ഇഷ്ടമായി. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവില്ല. നിനക്ക് വേണമെങ്കിൽ നീ അപ്പുറത്തെ റൂമിൽ പോ. ഞാൻ പോവാനോ? ഇത് എൻ്റെ റൂമാ. ഞാൻ ചെന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ നിന്നെ ഈ റൂമിൽ കാണാൻ പാടില്ല, മനസ്സിലായല്ലോ? മര്യാദ കണ്ടിട്ട് നിന്റെ റൂമിൽ പൊക്കോ. ചെന്ന് ഫ്രഷ് ആവും, അതാ നിനക്ക് നല്ലത്. വെറുതെ ഈ സാരി കൊടുത്ത് എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കണ്ട. ആ, ഇവിടെ കിടക്കുവാണോ? ഇവനോടല്ലേ ഞാൻ പറഞ്ഞത് റൂമിൽ എണീറ്റ് പോവാൻ. ആള് ഉറങ്ങിയോ? ഉറങ്ങിയതല്ലേ വിളിക്കേണ്ട. ഏതായാലും ഞാൻ അപ്പുറത്ത് വരും, അതാ നല്ലത്. പ്രേം, പ്രേം വിട് കൈ. മര്യാദയ്ക്ക് കിടക്കടി. നീ ഉറങ്ങിയില്ലേ? എന്റെ പുറത്തുനിന്ന് മാറ്. എനിക്ക് അപ്പുറത്തെ റൂമിൽ പോകണം. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്നോടൊരു സാരിയില്ലേ, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. നിനക്ക് സാരി എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. താങ്ക് യു. പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി എൻ്റെ മുകളിൽ നിന്ന് മാറ്. 1 സെക്കൻഡ്. I like your lips. പ്രേം, എന്താ? എന്നോട് ഇത്ര പേഴ്സണലായിട്ട് ബിഹേവ് ചെയ്യാൻ നമ്മൾ തമ്മിൽ എന്ത് റിലേഷനാ? എന്ത് പറ്റി? ഒന്നും പറയാൻ കിട്ടുന്നില്ലേ? ഓക്കെ, ഗുഡ് നൈറ്റ്.